രാവിലേക്കും അപ്പം ഇന്ന് നമ്മൾ ഉച്ചയൂണ് റെഡിയാക്കാൻ പോകാം കേട്ടോ. ഇന്നിപ്പോൾ ഇറച്ചിയാണ് കേട്ടോ. ഇറച്ചിയാണ് എടുക്കുക. പച്ചക്കറികളൊക്കെ കട്ട് ചെയ്യാൻ പോവാണ്. പച്ചമുളക് കണ്ടില്ലേ, ആരടാന്ന് വെച്ചാൽ ഞാനിടാ അറിയാൻ പോകുന്നത് 2 എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതാ ഇറച്ചി മുറിച്ചിട്ടോ. മുറിച്ചിതാ പച്ചക്കറിയൊക്കെ ഉരുളൻകിഴങ്ങ്, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, തക്കാളി എല്ലാം ഇതാ കഴുകി വെച്ച് കഴിഞ്ഞ് കട്ട് ചെയ്യട്ടെ. അപ്പോൾ അതൊക്കെ പച്ചക്കറികളൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് കുക്കർ അടുപ്പത്ത് വെക്കാൻ പോവാണ്. പൊടികളാണിത്, എല്ലാ പൊടികളും ഇതിലുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. കുക്കർ അടുപ്പത്ത് വെച്ച് ഇതാ കറി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഉലുവ പൊട്ടിയതിന് ശേഷം തക്കാളി, പച്ചമുളക്, ഉലുവ എല്ലാം ചേർത്ത് തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി ചേർക്കുകയാണ്. ഇനി കുറച്ച് അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം ബാക്കിയുള്ളത് ചേർക്കുക. വെന്തതിന് ശേഷം അടുക്കളൊക്കെ ക്ലീൻ ചെയ്യാണ്ട് കേട്ടോ. കണ്ടിൻ്റെ അടുക്കളൊക്കെ ആകെ അലുത്തുകുലുത്തായി കിടക്കുകയാണ് കേട്ടോ. ഒക്കെ റെഡിയാക്കി ഇനി ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കുക കേട്ടോ. ഈ കഴുകി വെച്ച ഇറച്ചി അതിലേക്ക് ചേർക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഇളക്കി സെറ്റാക്കിട്ടോ. ഇനി ഇതിലേക്ക് ഉരുളൻകിഴങ്ങ്, ഇനി ഇതിന് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് ഇളക്കി ഇനി കുക്കർ അടച്ച് വെക്കുകയാണ് കേട്ടോ. നെയ്ച്ചോറാണ് കേട്ടോ. നെയ്ച്ചോറിന് കുക്കറിൽ ഇത് എണ്ണ ഒഴിച്ച് കുറച്ച് കരി വെച്ചിട്ട് ഉപ്പിട്ടിട്ട് ഉള്ളി വാടി വന്നപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിക്കും. നെയ്ച്ചോറിന് അരി ഇടട്ടെടുത്തിട്ട് നെയ്ച്ചോറിന് അരി. അപ്പോൾ ഇന്നത്തെ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി കേട്ടോ. നെയ്ച്ചോറ് റെഡിയായി. അപ്പോൾ നമ്മൾ ഇറച്ചിക്കറി തയ്യാറായിട്ടോ. ഇതിലേക്ക് ലേശം കരിവേപ്പിലയും മല്ലിച്ചപ്പൊട്ടും, പുതിന അങ്ങനെ ഇടാറില്ല, മല്ലിച്ചപ്പാണിത്. അപ്പോൾ അത് റെഡിയായി. വീഡിയോക്ക് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ.